മറ്റൊരു ടീം വാട്ടർ പ്രൂഫ് ചെയ്തതാണത്. ഓക്കെ, അപ്പൊ നിലവിൽ ഇതിന്റെ കണ്ടീഷൻ ഇതാണ്. എല്ലാം പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അതെ, ചെറിയ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലീക്ക് തന്നെ ഉള്ളൂ. ലീക്ക് ഉണ്ട്. അതെ, ഇത് നമ്മൾ വാളും ഫ്ലോറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ എവിടെയൊക്കെ വരാൻ ചാൻസ് ഉള്ളോ അവിടെ മുഴുവനായിട്ടും ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ തീർത്തിരിക്കും എന്നുള്ളതാണ്. 25 വർഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറണ്ടി. അപ്പൊ ഒരു കോട്ട് വന്ന് ഏതെങ്കിലും കളർ അടിക്കല്ല, ഇതിന് 7 ലെയർ വരുന്നുണ്ട്. അതിന് ഓരോ കളറും ഓരോ പ്രൊസീജിയർ ആണ്. അതെ, ഫസ്റ്റ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ അടിച്ചിട്ട് നമ്മളെ ഡസ്റ്റ് മുഴുവൻ ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്രഷർ വാഷർ ഉപയോഗിച്ചുകൊണ്ട് ചളി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതലാണ് ഇവരുടെ പ്രൊഡക്റ്റ് അപ്ലൈ ആവുന്നത്. നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഡാംഷർ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ കൊടുത്തിട്ടുള്ള വർക്കേഴ്സും സൂപ്പർവൈസേഴ്സും ആണ് നമ്മുടെ സൈറ്റിൽ ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യണം എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ പറയുന്നു, വീട്ടിൽ ഒരിക്കൽ നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യരുത് എന്ന്. അതായത് വീടുകളിൽ വാട്ടർ പ്രൂഫ് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് വീട് 1-2 വർഷം കൊണ്ട് ചോരുന്ന അവസ്ഥ വരരുത്. പല വീടുകളും ഇന്നത്തെ കോൺക്രീറ്റിൽ നേരെ ഒന്നാമത്തെ മഴക്കാലത്ത് തന്നെ ചോർച്ച വരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ എങ്ങനെ നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ തന്നെയാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇനിയും ചെയ്യുമല്ലോ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വാട്ടർ പ്രൂഫ് എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയോ? ഫസൽ ഭായ്, നമസ്കാരം. നമ്മളെ ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ചെയ്ത് കാണിക്കണമെന്ന് പരിചയപ്പെടുത്താനാ. ഡാം ഷൂർ ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് അല്ലേ? നമ്മൾ ക്ലയന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യണ്ടായി. അപ്പോൾ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം മനസ്സിലാവുന്നത്. ഇത് ഓൾറെഡി വാട്ടർ പ്രൂഫ് ചെയ്തൊരു സൈറ്റാണ്. അതെ, ഇപ്പോൾ ഈ പ്രൊജക്ടിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വർക്ക് കംപ്ലീറ്റഡ് അല്ല. ഫ്ലോറിങ്ങിന്റെ വർക്ക് ഒന്നും കംപ്ലീറ്റഡ് അല്ല. അപ്പോൾ ഇതിന്റെ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അടിച്ചു പോയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ആണിത്. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഇതൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്ത ഏരിയ ആണ്. അതെ, ഈ വീട് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അതെ, മറ്റൊരു ടീം വാട്ടർ പ്രൂഫ് ചെയ്തതാണത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതിന്റെ കണ്ടീഷൻ ഇതാണ്. എല്ലാം പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അതെ, അപ്പൊ ഓക്കെ, ഇതാണ് അവസ്ഥ. അങ്ങനെ പല സ്ഥലങ്ങളിൽ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അതെ, പിന്നെ വേറെ എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾ കണ്ടത്? ഇവിടെ തന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൈനസുകൾ നമുക്ക് ചുവരിലും റൂഫിന്റെ താഴെയായിട്ട് കാണാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലീക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഇത് ലീക്ക് തന്നെ ഉള്ളൂ. ലീക്ക് ഉണ്ട്. അതെ, ലീക്കാണ്. ഓക്കെ, ക്രാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ വാട്ടർ പ്രൂഫ് ചെയ്തതാണെങ്കിൽ പോലും സ്ട്രക്ചർ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ക്ലയന്റ് നമ്മളെ വിളിക്കുന്നത്, നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യണം. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനീന്റെ ഹെഡാണ്, സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ള ആളാണ്. അതെ, എഞ്ചിനീയറും ആണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ അവർ ചോദിച്ചറിഞ്ഞത് എന്താ വെച്ചാൽ പ്രൊഡക്റ്റിന്റെ റേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചും എങ്ങനെയാണ് അതിന്റെ മെത്തേഡ് കാര്യങ്ങൾ പൂർണ്ണമായിട്ട്, കാരണം ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിന് ശേഷം ഇനിയും ഈ ഒരു അബദ്ധം ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും. നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുക്കുന്ന വാറണ്ടി, എല്ലാത്തിനെയും കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഇത് എങ്ങനെ ചെയ്യുന്നു ശരിക്കും ലൈവായിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ? ഷുവർ ആയിട്ടും. വാട്ടർ പ്രൂഫ് ചെയ്യുന്ന പറഞ്ഞാൽ ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങി അടിച്ചാൽ പോലെ ഇതേപോലെ സ്റ്റേജുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്രയും കോട്ടിംഗ് ഉണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ശരിക്കും എത്ര സ്റ്റേജ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത്? നമ്മളിപ്പോ ഇവിടെ സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന 7 ലെയർ സിസ്റ്റം ആണ് നമ്മളിപ്പോ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 ലെയർ വരും. ഓക്കെ, അപ്പൊ ഒരു കോട്ട് വന്ന് ഏതെങ്കിലും കളർ അടിക്കല്ല, ഇതിന് 7 ലെയർ വരുന്നുണ്ട്. അതിന് ഓരോ കളറും ഓരോ പ്രൊസീജിയർ ആണ്. അതെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അതായത് ഫസ്റ്റ് കോട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ അതിലിനി 2 കോട്ടിങ്ങും കൂടെ ഈ സെയിം കെമിക്കൽ തന്നെ നമ്മൾ ഇതിൽ വരും അല്ലേ? അപ്പൊ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ള കളറിലല്ലേ വരിക, ഇത് ടെക്സ്ചർ സ്റ്റൈലിൽ. ഓക്കെ, ഞാൻ ഇതില് ഇപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതെന്താ വെച്ചാൽ ഈ ഫസ്റ്റ് കോട്ടിംഗ് തന്നെ നമ്മൾ മദർ സ്ലാബിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രാക്കുകൾ, അതേപോലെ തന്നെ ഡാമേജസ്,
പാച്ചസ് ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ധരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്താ വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുമ്പ് സർഫസ് ക്ലീൻ ചെയ്യാം. അതെ, സർഫസ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ അടിച്ചിട്ട് നമ്മളെ ഡസ്റ്റ് മുഴുവൻ ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് പ്രഷർ വാഷർ ഉപയോഗിച്ചുകൊണ്ട് ചളി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു ഏരിയ മൊത്തം നിങ്ങൾ അതെ നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ഡയറക്റ്റ് ആയിട്ട് സ്ലാബിലേക്ക് എത്തണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു, അതായത് പൊടിയോ അല്ലെങ്കിൽ ഡസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു പിന്നീട് ഒരു പ്രശ്നമായിട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് കൊടുക്കുന്ന വർക്കുകൾ സർവീസ് ഒക്കെ അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് ഈ കാണുന്ന കളറിൽ 2 തരം പ്രൈമറുകൾ നിങ്ങൾ ആദ്യം അടിക്കും. അതെ, അതിനുശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. അതെ. ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ ഒരു സംഭവം മാത്രം ചെയ്ത് നമുക്ക് തൽക്കാലം പ്രൊട്ടക്ട് ചെയ്തൂടെ എന്നുള്ളൊരു ചോദ്യം. താൽക്കാലികം നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ഇപ്പോൾ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഒരു താൽക്കാലിക കാര്യങ്ങൾ നമ്മൾ മാക്സിമം സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് പാർട്ട് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കും. അതെ, അത് അദ്ദേഹത്തിന്റെ അധ്വാനം സമയമൊക്കെ ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അത് പെർമനന്റ് ആയിരിക്കണം. ഒരിക്കലും ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതാവുമ്പോൾ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മളെ വ്യൂവർ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ വാറണ്ടി നിങ്ങൾ എത്ര വർഷം കൊടുക്കുന്നത്? എത്ര വർഷം കൊടുക്കാൻ പറ്റും? നമ്മൾ 25 വർഷം വരെയാണ് 25 വർഷമാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സർവീസുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമുക്ക് 25 വർഷത്തിൽ 15 വർഷത്തെ സർവീസ് വാറണ്ടിയാണ്. അതിന് അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റിനും 10 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നമ്മൾ ഈ ഒരു അടുത്ത സ്റ്റേജിലേക്ക് കയറിയാലോ? ഈ ഒരു വീട് അത്യാവശ്യം 4500ഓളം. അടുത്ത സ്റ്റേജ് ഈ കാണുന്ന റൂഫിനെ ഈ ഒരു നെറ്റ് വെച്ച് മൊത്തമായിട്ട് കവർ ചെയ്യാം അല്ലെ, മെഷ് വെച്ച് കവർ ചെയ്യണം. അതെ, ഇതാണ് മെഷ് അല്ലേ? അതെ, ഇതാണ് 45 GSM-ന്റെ നമ്മളെ നെറ്റ് വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കോട്ട് പ്രൈമർ ചെയ്തതിനു ശേഷം സെക്കൻഡ് ആയിട്ട് ചെയ്യുന്നത് ഇതാണ് അല്ലേ? അപ്പൊ ഇത് ഫ്ലോർ ലെവലിൽ മൊത്തം ചെയ്യും. അതുപോലെ ഈ ഒരു ജിയോ ടെക്സ്റ്റൈൽ ഇത് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ റെക്കോൺ മാറ്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വാളും ഫ്ലോറും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് ആ ഒരു വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മള് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടൊക്കെ മെഷ് വിരിച്ചോട്ടെ. അതിനുശേഷം നിങ്ങൾ ഇതിന് മേലെ എത്ര കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഇത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ വരുന്നത് 3 കോട്ട് പ്രൈമർ ആണ് വരുന്നത് ആദ്യം. അതെ, അതിന്റെ ഉള്ളിലായിട്ട് ഉൾഭാഗത്തായിട്ട് നമ്മൾ ഈ 45 GSM-ന്റെ നെറ്റ് വരുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് PU കോട്ടിങ്ങിലേക്ക് വരുന്നത്. അത് എത്ര കോട്ട് PU കോട്ടിങ് ചെയ്യുന്നത്? 3 കോട്ട് PU കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. PU കോട്ടിങ് UV പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഏത് സർഫസിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിതാ റൂഫ് ടോപ്പിൽ ഫൈനൽ സ്റ്റേജ് എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൈനൽ സ്റ്റേജ് അപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഇത് 7ാമത്തെ ആണോ അതോ ഇനി? ഇത് 3 കോട്ടാണ് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ PU കോട്ടിംഗ് വരുന്നത്. PU കോട്ടിംഗ് പോളിയൂറിത്തൈൻ. പോളിയൂറിത്തൈൻ ആണ്. അതായത് അത് വാട്ടറിനെ ഒരിക്കലും ഇനി താഴേക്ക് വിടൂല. അതൊരു മെയിൻ ലെയർ ആയിട്ട് തന്നെ അവിടെ നിലനിൽക്കും അല്ലേ? അതെ, അതാണ് ഇപ്പൊ അവിടെ ഫൈനലായിട്ട് ചെയ്തോണ്ട്. ഇതാണ് നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം. ഈ പോളിയൂറിത്തൈൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു എലാസ്റ്റോമെറിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഭാവിയിൽ ചൂട് മൂലം ഉണ്ടാവുന്ന സർഫസിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളൊക്കെ ഇതിൽ തടുക്കും. അതായത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ലെയർ പ്രവർത്തിക്കും പ്രൊട്ടക്ഷനായിട്ട്, മെയിൻ പ്രൊട്ടക്ഷനായിട്ട്. അതായത് അത് സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് അതിലേക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ആയാലൊക്കെ സ്ട്രെച്ച് ആയാൽ പൊട്ടിപ്പോകില്ല. സ്ട്രെച്ചായി പിന്നെ നോർമൽ അവസ്ഥയിലേക്ക് തന്നെ വരും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ ചെയ്തോണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലേ? ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല തിക്നെസ് ആയിട്ട് വരും. സാധാരണ രീതിയിൽ വാട്ടർ പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലുള്ള കോർണറുകൾ അവിടെ നിങ്ങൾ ഇത് ചെരിച്ചു വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ മദർ സ്ലാബ് അതേപോലെ തന്നെ അതിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന വാള് അല്ലെങ്കിൽ പാരപ്പറ്റ്. അതെ, ഈ ഒരു കോർണറിലൂടെയാണ് കൂടുതലായിട്ട് വെള്ളം നമുക്ക് ലീക്ക് ആവുന്നത്. അപ്പൊ അതിനെ നമുക്ക് തടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താ വെച്ചാൽ നമ്മൾ റെക്രോൺ മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 100 GSM-ന്റെ ഒരു മാറ്റാണ്. അത് നമ്മൾ 2 ചുമരിലും അതേപോലെ തന്നെ ഫ്ലോറിലും വാളും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോർണറിനെ അവിടെ കവർ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അതെ, അതേപോലെ തന്നെ നമ്മൾ ടോപ്പിലും ഈ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതായത് നിങ്ങൾ ചെയ്യുന്ന ഏരിയ മുഴുവനായിട്ട് മെഷോ അല്ലെങ്കിൽ ഈ മാറ്റോ ചെയ്തിട്ട് കവർ ചെയ്യും. വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ എവിടെയൊക്കെ വരാൻ ചാൻസ് ഉള്ളോ അവിടെ മുഴുവനായിട്ടും ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ തീർത്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കോർണറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ എത്ര ഹൈറ്റ് വരെയാണ് സാധാരണ രീതിയിൽ നിങ്ങൾ ഈ ഒരു
വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്? നമ്മൾ വാളിലാണെങ്കിൽ, അതായത് ഫ്ലോർ റോഡ് ടച്ച് ചെയ്തിട്ടുള്ള വാളിലാണെങ്കിൽ 2 feet ഹൈറ്റ് വരെ നമ്മൾ കയറ്റിയിട്ട് ഇതേ ട്രീറ്റ്മെന്റ് തന്നെ നമ്മൾ തുടരും. മെഷ് മാത്രം തന്നെ ഹൈറ്റിൽ കൊടുക്കും. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ മെഷ് ചെയ്യാറുണ്ട്. കവർ ചെയ്യും. അതെ അതെ. നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഇത്ര വർഷത്തേക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലായിടത്തും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് ആ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. അതെ അതെ അതെ. ഇതോടുകൂടി നിങ്ങളുടെ വർക്ക് അങ്ങ് തീരും അല്ലേ? അതെ അതെ. വാറണ്ടി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. വാറണ്ടി പറഞ്ഞാൽ നമ്മൾ 7 ലെയർ ആണെങ്കിലാണ് നമുക്ക് 25 year വാറണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ കുറഞ്ഞ അതായത് 20 വർഷം, 15 വർഷം, 10 വർഷം എന്നുള്ള രീതിയിൽ നമുക്ക് മെത്തേഡുകൾ ചെയ്യാൻ പറ്റും. അതിപ്പോ 7 ലെയർ ആണെന്നുണ്ടെങ്കിൽ 20 വർഷത്തേക്കൊക്കെ ആവുമ്പോൾ നമുക്ക് 6 ലെയർ ആയി മാറും. അതിന് താഴേക്ക് 5 ലെയർ ആയി മാറും. അപ്പൊ അതിനനുസരിച്ചുള്ള വാറണ്ടി നമ്മളാണ് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ കോസ്റ്റ് ഒരു ചോദ്യം തന്നെ അല്ലേ? നിങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ എത്ര രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റ്? നമുക്ക് 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. റേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമുക്ക് 68 രൂപ വരെയുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതലാണ് ഇവരുടെ പ്രൊഡക്റ്റ് അപ്ലൈ ആവുന്നത്. നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കാൻ ഇതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഈ വീടിന്റെ ഏകദേശം വാട്ടർ പ്രൂഫിന്റെ വർക്കുകൾ ഇപ്പൊ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോ ഇതിലേക്ക് പെയിന്റേഴ്സ് ഏകദേശം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു, അവരുടെ വർക്ക് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇതിപ്പോ നിങ്ങളുടെ വാട്ടർ പ്രൂഫിന്റെ ടീമിന് ട്രെയിനിങ് കിട്ടിയ ടീമുകളാണോ? ഡാംഷുർ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ കൊടുത്തിട്ടുള്ള വർക്കേഴ്സും സൂപ്പർവൈസേഴ്സ് ആണ് നമ്മുടെ സൈറ്റിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ മെത്തേഡിൽ യൂസ് ചെയ്യണം, അത് ഏതൊക്കെ പ്രതലങ്ങളിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും അറിയുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഈ വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ ട്രെയിനിങ് കൂടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഡാം പ്രൂഫിന്റെ ടീം. ഡാംഷുർ എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റുകൾ അവർ റിസർച്ച് ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്ത് സൈറ്റിലേക്ക് വിടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാംഷുറിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള മെത്തേഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ 25 വർഷം, 20 വർഷം, 15 വർഷം എന്നുള്ള രീതിയിൽ നമുക്ക് വാറണ്ടി ഡയറക്റ്റ് കൊടുക്കാൻ. അതെ, ഇതോടുകൂടി ഈ ഒരു വീട് പ്രൊട്ടക്റ്റഡ് ആയില്ലേ? ഈ ഒരു വീട്ടിൽ മൊത്തം വൈറ്റ് കളർ ഞാൻ കാണുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇതുപോലുള്ള വൈറ്റ് അടിക്കാൻ നിങ്ങൾ ഇതിലും വാട്ടർ പ്രൂഫ് ചെയ്യുന്നുണ്ടോ? നമ്മൾ വാളിൽ ചെയ്യുന്നത് അൾട്ടിമ പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഡാംഷുറിന്റെ വാട്ടർ പ്രൂഫ് പ്രൈമർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വാളൊക്കെ കുറച്ചുകൂടെ ഒരു ലീക്ക് വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ എത്തിയത്. അപ്പോൾ തന്നെ നമ്മൾ ക്ലയന്റിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള അൾട്ടിമ പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്രൂഫ് പ്രൈമറിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു വാട്ടർ പ്രൂഫ് പ്രൈമർ നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് വീടിന്റെ ചുമരുകളിൽ സാധാരണ പെയിന്റ് അടിക്കും, വൈറ്റ് സിമെന്റ് അടിക്കും, പ്രൈമർ ഒക്കെ അടിക്കും. ഇതൊന്നും അടിക്കണ്ട, പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് നേരെ നിങ്ങൾ ഈ ഒരു വാട്ടർ പ്രൂഫ് ഡയറക്റ്റ് അപ്ലൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ? ഈ ഒരു വൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വീടിന് വൈറ്റ്നെസ് കിട്ടുകയും ചെയ്യും, വാട്ടർ പ്രൂഫ് ആവുകയും ചെയ്യും. അതെ, നമുക്ക് വൈറ്റ് സിമെന്റ് മുൻപായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പലർക്കും ഉണ്ടാവുന്ന ഒരു ധാരണ, വീട്ടിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ബാത്റൂമിൽ അടിക്കുന്നു, റൂഫിൽ അടിക്കുന്നു, അതുപോലെ ഫ്ലോറിലൊക്കെ അടിക്കുന്നു. എന്നാൽ അത് ചുമരിൽ എങ്ങനെ പ്രൊട്ടക്ട് ആവുന്നുള്ള അതിനുള്ള സൊല്യൂഷൻ ആണ് ഈ ഒരു മെറ്റീരിയൽ അല്ലേ? ഓക്കെ, അപ്പോൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗമാണ്. വീട് പണിയിൽ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ്. അത് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ അടിപൊളിയായി സുരക്ഷിതമായി. എന്നാലും നമ്മളെ വ്യൂവേഴ്സിന് കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങളെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്? ഓൾ കേരള നമുക്ക് സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 50 രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റ് ചാർജ് വരുന്നത് അല്ലേ? ഇനിയിപ്പോ ഒരു സൈറ്റ് ഇപ്പോൾ ഒരാളെ നമ്മുടെ വ്യൂവർക്ക് നമ്മുടെ വീട്ടിൽ വന്ന് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്തു കൊടുത്തു. ഷുവർ ആയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നേരിട്ട് വരെ ബന്ധപ്പെടാം. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.